അതെ, ഇന്നലെ പറഞ്ഞ് അവസാനിപ്പിച്ച സ്ഥലത്തു നിന്ന് തന്നെ ഇന്നും തുടങ്ങാമല്ലേ? യെസ്, നമ്മളിതാ ഈവനിങ് കഫേന്ന് ഫുഡൊക്കെ കഴിച്ച് ജസ്റ്റ് പുറത്തിറങ്ങി. ഇനി നമുക്ക് പ്രത്യേകിച്ച് പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല രണ്ടുപേർക്കും. നോക്കിക്കേ, ജിതോട്ടൻ ഇതാ വീഡിയോസ് എടുക്കുന്നതിനുള്ള തത്രപ്പാടിലാണ് കേട്ടോ. നമ്മളിപ്പോൾ നടന്നു പോകാൻ പോകുന്നത്, നമ്മളിവിടെ കുറേ പേര് പറഞ്ഞു കേട്ടു നമുക്ക് അത്യാവശ്യം സാധനങ്ങൾ മേടിക്കാൻ കിട്ടുന്ന ഒരു സ്ഥലം ഇവിടെയുണ്ട്. ഏതാണെന്ന് നിങ്ങൾക്കറിയണ്ടേ? യെസ്, ഇതാണ് ആ സ്ഥലം, റെഡ് വേവ്. നമ്മുടെ നാട്ടിലെ നെസ്റ്റോ, ബിസ്മി പോലെയുള്ള സൂപ്പർ മാർക്കറ്റ് പോലെയൊക്കെ. അത്രയൊന്നും ഇല്ല കേട്ടോ ഗൈസ്, അത്ര സാധനങ്ങളൊന്നും കിട്ടില്ല, എന്നാലും നമുക്ക് അത്യാവശ്യമുള്ള സാധനമൊക്കെ കിട്ടും. നെക്സ്റ്റ് ഞങ്ങളിങ്ങനെ മുന്നിലോട്ട് നടന്നപ്പോൾ നമ്മളിവിടെ ജ്വല്ലറി കണ്ടു. ഒരു സത്യം പറയട്ടെ, ഞങ്ങളിവിടെ വന്നതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന പോലെയുള്ള യെല്ലോ ജ്വല്ലറീസ് ഒന്നും കാണാൻ പറ്റിയിട്ടേ ഇല്ല. ഇവരുടെ വ്യത്യസ്ത തരത്തിലുള്ള ഇങ്ങനത്തെ ജ്വല്ലറീസാണ് കാണാൻ പറ്റിയത്. നെക്സ്റ്റ് നമുക്കിവിടെ വന്നപ്പോൾ തൊട്ട് ഒരാഗ്രഹമായിരുന്നു സ്പാ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന്. അപ്പോൾ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇല്ല കേട്ടോ ഗൈസ്, ഭയങ്കര എക്സ്പെൻസീവ് ആയതുകൊണ്ട് നമ്മളതൊന്നും അടുത്ത് പോലും പോയില്ല. ജസ്റ്റ് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെയും ഇവിടെയും കുറച്ച് നേരം നിന്ന് ഞങ്ങളതൊക്കെ മെല്ലെ ഒപ്പിച്ചു. ഒരിക്കൽ കയറണം ഇവിടുന്ന് പോകുന്നതിന് മുന്നേ. പിന്നെ നമ്മൾ മുന്നോട്ട് നടന്നപ്പോൾ കണ്ടോ, എന്ത് രസമല്ലേ ഈ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. എൻ്റെ കണ്ണിന് കുളിർമയേകുന്ന ഒരുപാട് കാഴ്ചകൾ കണ്ടോ ഗൈസ്. ബാങ്ക് ഓഫ് മാൽദീവ്സ് എന്നൊക്കെ പറയുന്ന പോലെ ബാഗ് ഓഫ് മാൽദീവ്സ്, നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇതിവിടുത്തെ ലോക്കൽസ് ചെയ്യുന്നതത്രേ. അതായത് ഇവരുടെ പ്രധാന വരുമാന മാർഗ്ഗമാണ് ഇങ്ങനെ ഒരുപാട് വസ്തുക്കൾ ഇവിടെ നിർമ്മിച്ച് വെച്ചിട്ട് നമ്മുടെ ടൂറിസ്റ്റൊക്കെ വരുമ്പോൾ അത് സെയിൽ ചെയ്തിട്ട് അതൊന്നൊരു എമൗണ്ട് ഇവർക്ക് കൊടുക്കും. സോറി ബോയ്സ്, മനസ്സിലായിട്ടുണ്ടാവില്ല എന്തിനാണ് ഞാൻ സോറി ബോയ്സ് എന്ന് പറഞ്ഞത്. ജസ്റ്റ് അവിടെ നിന്ന് വീഡിയോസൊക്കെ എടുത്തു. ഇവരുടെ നാഷണൽ ട്രീ ആണ് നമ്മുടെ തെങ്ങെന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന തേങ്ങയൊക്കെ ഉപയോഗിച്ചിട്ട് ഇവർ പെയിൻറ്റിങ്സൊക്കെ ഉണ്ടാക്കും. നമ്മളെല്ലാം പ്രത്യേകിച്ച് ഫോറിനേഴ്സ് വരുമ്പോൾ അവരിത് നന്നായിട്ട് പർച്ചേസ് ചെയ്യുന്നതാണ്. ഇവിടുത്തെ ആളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, എന്ത് രസമല്ലേ ഈ മോതിരങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ വാങ്ങിച്ചില്ലെങ്കിലും എല്ലാത്തിൻ്റെയും വില നടന്ന് ചോദിച്ചു. പക്ഷേ നമ്മുടെ നാട്ടിലെ പോലെയൊന്നുമല്ല, അവർക്ക് കാണിച്ചു തരുന്നതിനോ വില പറയുന്നതിനോ നമ്മളെ കടയിലേക്ക് വിളിച്ച് കയറ്റുന്നതിനോ ഒന്നും ഒരു പ്രശ്നമില്ല കേട്ടോ. അവർ വളരെ സാവധാനത്തോടു കൂടി നോക്കൂ മാഡം നോക്ക്, നോ പ്രോബ്ലം എന്നൊക്കെ പറഞ്ഞ് നമുക്കതെല്ലാം കാണിച്ചു തരും. അതിനുശേഷം മുന്നിലോട്ട് നടന്നപ്പോൾ ഞങ്ങൾ കുറച്ച് ക്യൂട്ട് പീസിനെ പരിചയപ്പെട്ടു. ദാറ്റ് ഈസ് തായ് കിഡ്സ്. എന്ത് ഭംഗിയല്ലേ അവരെ കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ അടുത്ത് ചെന്നപ്പോൾ അവൻ്റെ കൈയൊക്കെ പിടിച്ച് കളിക്കുമായിരുന്നു. അപ്പം ഞങ്ങൾ അടുത്ത് ചെന്ന് സംസാരിക്കാൻ പോയി കേട്ടോ. സംസാരിക്കാൻ പോയ സമയത്ത് ആ ചെറുത് കണ്ടോ, അത് രണ്ടാമത്തെ വച്ചാണ്. അവൻ മറ്റേ ഏറ്റവും ചെറുതിൻ്റെ കൈ എടുത്തിട്ട് എൻ്റെ കയ്യിലോട്ട് വെച്ച് തരൊക്കെ ചെയ്തു. കണ്ടോ നോക്കിക്ക്, എന്ത് ക്യൂട്ടല്ലേ. അതിനുശേഷം ഞങ്ങൾ അവരോട് കുറച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു. ഈ ക്യൂട്ട്നെസ്സോട് കൂടി ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്.